അപ്പോൾ എല്ലാവർക്കും 3S ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാനാണെങ്കിലും മറ്റൊരു രാജ്യം കൂടിയുണ്ട്. 2 തൂണുകളുടെ സഹായത്തോടെ കടലിൽ നിൽക്കുന്ന ഒരു കുഞ്ഞൻ രാജ്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത്തരത്തിലൊരു രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുക വളരെ കുറവായിരിക്കും. അതെ, സീലാൻഡ് എന്ന ആ കുഞ്ഞു രാജ്യത്തിൻ്റെ കൗതുകകരവും രസകരമായ പ്രത്യേകതകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും ശ്രമിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത്. ഒരു വോളിബോൾ കോർട്ടിൻ്റെ വലുപ്പത്തിലുള്ള സീലാൻഡിൽ സ്വന്തമായി ഭരണാധികാരിയും രാജാവും രാജ്ഞിയും സ്വന്തമായൊരു കൊടിയും അതുപോലെ തന്നെ സ്വന്തമായി ഫുട്ബോൾ ടീമും ദേശീയ ഗാനവും റേഡിയോ സ്റ്റേഷനുമൊക്കെ ഉള്ള ഒരു രാജ്യം തന്നെയാണ് സീലാൻഡ്. കരയിൽ നിന്നും 12 കിലോമീറ്റർ മാറിയാണ് സീലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. കടലിൽ 2 തൂണുകൾക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഈ രാജ്യത്തിൻ്റെ പേര് സീലാൻഡ് എന്ന് അറിയപ്പെട്ടു. 2ാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച മൗസൽ കടൽക്കോട്ടയാണ് പിൽക്കാലത്ത് സീലാൻഡ് എന്നറിയപ്പെട്ടത്. ദേശീയ ചിഹ്നവും ദേശീയ പതാകയും ദേശീയ ഗാനവും തപാലും റേഡിയോ സ്റ്റേഷനുമൊക്കെ ഉള്ള ഈ കുഞ്ഞൻ രാജ്യത്തെ ലോകം അംഗീകരിച്ചില്ല. വെറും 500 മീറ്റർ മാത്രം വിസ്തൃതിയുള്ള 2 തൂണിന്മേൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യത്തെ 1978 ജർമ്മൻ കോടതിയും അമേരിക്കൻ കോടതിയും ഒരു രാജ്യമല്ലെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ 2004 നവംബർ 25 ബ്രിട്ടനിൽ വെച്ച് നടന്ന മൈക്രോനേഷൻ കോൺഫറൻസിൽ വെച്ച് സീലാൻഡിനെ പ്രതിനിധീകരിച്ച് മൈബീറ്റ്സ് സംസാരിക്കുകയും താൻ രാജാവാണെന്നും തൻ്റേത് രാജ്യമാണെന്നും ഞങ്ങളെ അംഗീകരിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് സംസാരിച്ചു. സീലാൻഡ് എന്ന കുഞ്ഞൻ രാജ്യത്തെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ രസകരമായ കൗതുകങ്ങളായ വാർത്തയുമായി എത്തുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ.